Dear students, properties of addition, subtraction, multiplication ഇവ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. What are the different properties of division? There are 7 properties. First one, closure property, then communicative property, associative property, property of 1, property of -1, property of 0, division by 0. Once more, closure property, commutative property, associative property, property of 1, property of -1, property of 0, division by 0. ഇവ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലോഷർ പ്രോപ്പർട്ടി, സബ്ട്രാക്ഷൻ, അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഈ 3 ഓപ്പറേഷനും ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ എന്താണെന്ന് പറയാം. 2 ഇൻറ്റിജർ നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഒരു ഇൻറ്റിജർ തന്നെ ആയിരിക്കും. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് അഡിഷൻ. ദെൻ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് ഒരു ഇൻറ്റിജർ വേറൊരു ഇൻറ്റിജറിൽ നിന്നും കുറച്ചാൽ, അതായത് സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് ഒരു ഇൻറ്റിജർ തന്നെ ആയിരിക്കും. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയിൽ പറയുന്നത് 2 ഇൻറ്റിജേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഡിവിഷൻ്റെ കാര്യത്തിലും. ഒരു ഇൻറ്റിജർ നമ്പറിനെ വേറൊരു ഇൻറ്റിജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ഇൻറ്റിജർ നമ്പർ കിട്ടത്തില്ല. ബാക്കി 3 നമുക്ക് ഇൻറ്റിജർ നമ്പർ തന്നെ, ഇൻറ്റിജേഴ്സ് തന്നെ റിസൾട്ടായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ എന്ത് കിട്ടത്തില്ല? ഇൻറ്റിജർ കിട്ടണമെന്ന് ഇല്ല. എല്ലായ്പ്പോഴും ഇൻറ്റിജേഴ്സ് കിട്ടണം എന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് ഡിവിഷൻ പറയുന്നത് എന്തെന്നാൽ ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ and addition, but integers are not closed under division. പഠിച്ചോണം, ഇൻറ്റിജേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഡിവിഷൻ ഓപ്പറേഷനിൽ. അതായത് ഒരു ഇൻറ്റിജറിനെ വേറൊരു ഇൻറ്റിജർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കണമെന്ന് ഇല്ല. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. 8 ഡിവൈഡഡ് ബൈ 9. 8 ഡിവൈഡ് ബൈ 9 എന്നുള്ളത് ഒരു ഫ്രാക്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അവിടെ ഒരു ഇൻറ്റിജർ, അപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നെഗറ്റീവ് നമ്പേഴ്സ്, 0, പോസിറ്റീവ് നമ്പേഴ്സ്, ഇവ തന്നെയാണ് ഇൻറ്റിജർ. അവിടെ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കണം? 1 തന്നെ ആയിരിക്കും. അതാണ്. അപ്പോൾ ആ നമ്പർ എല്ലാം ഡിവൈഡ് ബൈ 1 ആണ് അല്ലേ? ഡിനോമിനേറ്ററിൽ 1 ആണ് വരിക. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ 9 ആണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ല? ഒരു ഇൻറ്റിജർ നമ്പർ അല്ല. ഇൻറ്റിജർ നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം? ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ എന്ന് പറയാം. അതേപോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് -8 ഡിവൈഡഡ് ബൈ 6. -8 ഡിവൈഡഡ് ബൈ 6 ചെയ്താലും നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കിയാൽ എന്താ ആൻസർ വരിക? -1 2/6 എന്നാണ് വരിക. അതും എന്തല്ല? ഒരു ഇൻറ്റിജർ നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഈ 2 എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഇൻറ്റിജേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഓക്കെ അല്ലോ. സെക്കൻഡ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇൻറ്റിജേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും ഡിവിഷൻ ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇപ്പോൾ ഡിവിഷൻ ഓപ്പറേഷൻ, കാരണം സബ്ട്രാക്ഷനും അതുപോലെ ആയിരുന്നു അല്ലേ? അതേപോലെ തന്നെ ഡിവിഷൻ്റെ കേസിലും. പക്ഷേ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ നമുക്ക് സബ്ട്രാക്ഷനും ഡിവിഷൻ ഓപ്പറേഷന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എ ഡിവൈഡഡ് ബൈ ബി
ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ എ എന്നായിരുന്നുവെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാം എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇവിടെ ഓർഡർ ചേഞ്ച് ചെയ്താൽ ആൻസർ എന്താ കിട്ടുക? ഡിഫറൻ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 8 ഡിവൈഡഡ് ബൈ 2. 8 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ 4 എന്ന് കിട്ടി. 8 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 4. ബട്ട് ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് 2 ഡിവൈഡഡ് ബൈ 8 എന്നാക്കി മാറ്റി. 2 ഡിവൈഡഡ് ബൈ 8 എന്നാക്കി മാറ്റിയാൽ അതെന്തായി മാറുന്നത്? 2 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളത് എന്തായി? 1/8 എന്നായിട്ട് മാറുള്ളൂ. അപ്പോൾ അവിടെ എന്തല്ല, ഓർഡർ ചേഞ്ച് ആയപ്പോൾ എന്ത് കിട്ടിയില്ല? സെയിം ആൻസർ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? 2 ഡിവൈഡഡ് ബൈ 8 എന്ന് വരണം. 2 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 ആണ്. അപ്പോൾ 8 നോട്ട് ഈക്വൽ ടു, അല്ല 8/2 എന്നുള്ളത് നോട്ട് ഈക്വൽ ടു 2/8 ആണ്. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ വരണം. അവിടെ 2/4 എന്നാണ് കിടക്കുക. 2/4 അല്ല, 2/8 ആണ് അവിടെ വരേണ്ടത്. 2/8. ഇപ്പോൾ 2/8 വരണം. 2/8 എന്നുള്ളത് എന്തായി മാറും? ഒന്ന് ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ 1/4 എന്നാണ് ആകേണ്ടത്. 1/2 അല്ല, 1/4 വരണം. അപ്പോൾ ഒരിക്കലും 4 എന്ന് പറയുന്നത് നോട്ട് ഈക്വലൻ ടു 1/4 ആണ് അല്ലേ? അതായത് 8 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് നോട്ട് ഈക്വൽ ടു എന്തുവാണ്? 2 ഡിവൈഡഡ് ബൈ 8 ആണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യത്തില്ല? സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ, നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും എവിടെ പറ്റത്തില്ല? ഡിവിഷൻ ഓപ്പറേഷനിൽ പറ്റത്തില്ല. അപ്പോൾ ഡിവിഷൻ ഓപ്പറേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യില്ല. അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഡസ് നോട്ട് അപ്ലൈ ടു ദ ഡിവിഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. അതിന് കാരണം എന്താ നമുക്ക് നോക്കാം. 64 ഡിവൈഡഡ് ബൈ 8 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അസോസിയേഷൻ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഏത് ഓർഡറിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം? ആൻസർ സെയിം ആയിട്ട് വരണം. ഇവിടെ നമ്മൾ ആദ്യം പെർഫോം ചെയ്ത ഓപ്പറേഷൻ 64 ഡിവൈഡഡ് ബൈ 8 ചെയ്തു. 64 ഡിവൈഡഡ് ബൈ 8 ചെയ്തപ്പോൾ 8 എന്ന് കിട്ടി. ദെൻ 8 ഡിവൈഡഡ് ബൈ 2. 8/2 എത്രയാണ്? 4. അതേപോലെ ഒന്ന് ബ്രാക്കറ്റ് മാറ്റി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 8 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കി. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 4 എന്നുള്ള ആൻസർ കിട്ടി. അത് കഴിഞ്ഞിട്ട് 64ഉം 4ഉം ആയിട്ട്, അപ്പോൾ 64ൽ നിന്ന് 4 ഡിവൈഡ് ചെയ്ത് നോക്കി. പക്ഷെ അപ്പോൾ കിട്ടിയ ആൻസർ എന്തുവാ? 16 എന്നാണ് കിട്ടിയത്. 4 എന്നുള്ളത് എന്തല്ല? നോട്ട് ഈക്വൽ ടു 16 ആണ്. 4 ഒരിക്കലും 16 ഈക്വലൻ്റ് അല്ല. അപ്പോൾ 4 നോട്ട് ഈക്വൽ ടു 16. അതായത് 64 ഡിവൈഡ് ബൈ 8 ഡിവൈഡ് ബൈ 2 നോട്ട് ഈക്വൽ ടു 64 ഡിവൈഡ് ബൈ 8/2. ഓക്കെ അല്ലേ? അതായത് എ ഡിവൈഡ് ബൈ ബി ഡിവൈഡ് ബൈ സി നോട്ട് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ ബി ബൈ സി. അപ്പോൾ ഇവിടെ എയും ബിയും സിയും ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് ഡിവിഷൻ ഓപ്പറേഷനിൽ ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അസോസിയേഷൻ പ്രോപ്പർട്ടി ഡിവിഷൻ ഓപ്പറേഷനിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി ഓഫ് 1. പ്രോപ്പർട്ടി ഓഫ് 1 പറയുന്നത് എന്തെന്നാൽ 1 കൊണ്ട്, അതായത് 1 കൊണ്ട് ഏതൊരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്താലും ആ സെയിം നമ്പർ തന്നെ നമുക്ക് ആൻസറായിട്ട് കിട്ടും. ഒരു എനി ഇൻറ്റിജർ ഡിവൈഡ് ബൈ 1 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് സെയിം ഇൻറ്റിജർ. അതാണ് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എ ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു എ എന്ന് തന്നെ വരണം. അപ്പോൾ 7 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു 7. -7 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു -7. -8/1 ഈക്വൽ ടു -8. 3/1 ഈസ് ഈക്വൽ ടു 3. അവിടെ എന്താ കിട്ടുന്നത്? നമുക്ക് സെയിം ഇൻറ്റിജർ തന്നെ റിസൾട്ടായിട്ട് കിട്ടും. അതാണ് പ്രോപ്പർട്ടി ഓഫ് 1 പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് -1. പ്രോപ്പർട്ടി ഓഫ് -1 എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ്, അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? റിസൾട്ടായിട്ട് വരുന്നത്. അതായത് -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അഡിറ്റീവ് ഇൻവേഴ്സാണ് റിസൾട്ടായിട്ട് കിട്ടുക. വെൻ ആൻ ഇൻറ്റിജർ, അപ്പോൾ അവിടെ 0 കൊണ്ട് നമുക്ക് പാടില്ല. 0 വരാൻ പാടില്ല. കാരണം നമുക്കറിയാം 0യെ നമ്മൾ 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ എന്ന് പറഞ്ഞാൽ 0യെ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എക്സെപ്റ്റ് 0 പാടില്ല. വെൻ ആൻ ഇൻറ്റിജർ എക്സെപ്റ്റ് 0 ഈസ് ഡിവൈഡഡ് ബൈ -1. ആ നമ്പറിനെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
വി ഡിഡ് നോട്ട് ഗെറ്റ് ദ സെയിം ഇൻറ്റിജർ. നമുക്ക് സെയിം ഇൻറ്റിജർ കിട്ടത്തില്ല. പിന്നെ എന്തുവാ കിട്ടുന്നത്? അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സേ നമുക്ക് കിട്ടത്തുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു നോക്കിയേ. എ ഡിവൈഡഡ് ബൈ -1 ഈക്വൽ ടു -8. എ ഡിവൈഡഡ് ബൈ -1, അതായത് 8/1 എന്തുവാണ്? 8/1 എന്നുള്ള 8 ആണ്. 8/-1 വരുമ്പോൾ എന്ത് വരും? -8 വരാം. 8 ഡിവൈഡഡ് ബൈ -8 ഡിവൈഡഡ് ബൈ -1, അപ്പോൾ മൈനസ് വന്ന് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു. മൈനസ് ആണെങ്കിൽ പ്ലസ്. അതേ റൂൾ തന്നെയാണ് ഇവിടെ ഡിവിഷനിൽ നമുക്ക് പറയാം. മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? പ്ലസ് കിട്ടുക. അപ്പോൾ മൈനസ് ഡിവൈഡഡ് ബൈ -1 ചെയ്തപ്പോൾ എന്താ കിട്ടി? 8 കിട്ടി. അതായത് -8ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് 8. 8ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -8 അല്ലേ? അപ്പോൾ ഇഫ് എ ഈസ് നോൺ സീറോ ഇൻറ്റിജർ, എ എന്ന് പറയുന്നത് സീറോ അല്ലാത്ത ഏത് ഇൻറ്റിജർ ആണെങ്കിൽ എ ഡിവൈഡ് ബൈ -1 എന്നുള്ളത് ഈക്വൽ ടു -a ആയിരിക്കും. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ എന്നത് എന്താണ്? -a. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഓഫ് സീറോ. പ്രോപ്പർട്ടി ഓഫ് സീറോ അപ്പോൾ എന്തായിരിക്കും പറയുക? സീറോ കൊണ്ട്, അപ്പോൾ സീറോയെ എനി ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ ചെയ്താലും എന്താ കിട്ടുക? 0 ഇൻറ്റു എനി ഇൻറ്റിജർ ഈക്വൽ ടു 0 ആണല്ലേ? സീറോ കൊണ്ട് ഏതൊരു ഇൻറ്റിജറിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താലും കിട്ടുന്ന റിസൾട്ട് 0 ആണ്. അടുത്ത 0 ഡിവൈഡഡ് ബൈ എനി ഇൻറ്റിജർ എന്ന് പറയുന്നതും 0 ആണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ. 0 ഡിവൈഡ് ബൈ -1 എന്തുവാ? 0. 0 ഡിവൈഡ് ബൈ -8 0. 0 ഡിവൈഡ് ബൈ -46 0. 0 ഡിവൈഡ് ബൈ 56 ആൻസർ എന്തുവാ? 0. അതായത് 0 ഡിവൈഡ് ബൈ എ ഈക്വൽ ടു 0. അപ്പോൾ 0 ഡിവൈഡ് ബൈ എനി ഇൻറ്റിജർ ഈക്വൽ ടു 0. അതാണ് പ്രോപ്പർട്ടി ഓഫ് സീറോ പറയുന്നത്. 7th പ്രോപ്പർട്ടി ഡിവിഷൻ ബൈ സീറോ. ഇതുവരെ നമുക്ക് ഡിവിഷൻ ബൈ സീറോയ്ക്ക് എന്തില്ല? ഒരു ആൻസർ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല. അതായത് നമ്മൾ ഇൻഫിനിറ്റി എന്നേ പറയാറുള്ളൂ. ഡിവിഷൻ ഓഫ് എനി ഇൻറ്റിജർ ബൈ സീറോ ഈസ് മീനിങ്ലെസ്. അതിന് ഒരു മീനിങ്ങും ഇല്ല, ഒരർത്ഥവും ഇല്ല. 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു 5 മുട്ട ഇരിക്കണം, അതിനെ 0 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തുവാണ്? 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയത്തില്ല ഒരിക്കലും. ഡിവിഷൻ ബൈ സീറോ ഈസ് നോട്ട് അലൗഡ്. ഡിവിഷൻ ബൈ സീറോ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ അലോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഡിവിഷൻ ബൈ സീറോ എന്ന് പറയുന്നത്. അതായത് 0 കൊണ്ട് ഡിവിഷൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്രോപ്പർട്ടീസ് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ തനിയെ ആൻസർ ചെയ്യുക. 0 ഡിവൈഡ് ബൈ 7. 0 ഡിവൈഡ് ബൈ 7 ഈക്വൽ ടു എത്രയാ? നിങ്ങൾക്ക് എന്താണോ ആൻസർ തോന്നുന്നത് അത് എഴുതുക. അത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് ചെയ്യാം. ദെൻ 7 ഡിവൈഡഡ് ബൈ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0 ഡിവൈഡഡ് ബൈ -78. ദെൻ 0 ഡിവൈഡഡ് ബൈ 10. നെക്സ്റ്റ് -37 ഡിവൈഡഡ് ബൈ 0. നമുക്കിനി ഒന്ന് ആൻസർ നോക്കാം. 0 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് എത്രയാ? 0 ഡിവൈഡഡ് ബൈ 7 എന്തായിരിക്കും? 0 ഡിവൈഡഡ് ബൈ 0 ഡിവൈഡഡ് ബൈ 7 എന്തുവാണ്? 7 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ആർ പോസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പോസിബിളാണ്. അല്ലാത്തതൊന്നും പോസിബിൾ അല്ല. 0 ഡിവൈഡ് ബൈ 7 0 ആണെന്ന് നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചതാണ്. അപ്പോൾ എന്തുവാണ്? അത് പോസിബിളാണ് അല്ലേ? അപ്പോൾ എ ഡിവൈഡ് ബൈ 7 എന്നുള്ള ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 7 ഡിവൈഡ് ബൈ 0 ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ല. നമുക്ക് പറയും നോട്ട് അലൗഡ് ആണെന്ന് പറയും. 0 കൊണ്ടുള്ള ഡിവിഷൻ എന്താണ്? നോട്ട് അലൗഡ് എന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എന്തുവാണ്? നോട്ട് അലൗഡ്. അടുത്ത 0 ഡിവൈഡഡ് ബൈ -76 നമ്മൾ പഠിച്ചു. 0 ഡിവൈഡ് ബൈ എനി നമ്പർ ഈക്വൽ ടു 0. ആൻസർ 0. അപ്പോൾ എല്ലാവരും എഴുതി കാണുമല്ലോ, ആൻസർ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ 0 ഡിവൈഡ് ബൈ 10 0. -37 ഡിവൈഡ് ബൈ 0. 0 കൊണ്ട് ഡിവിഷൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ആർ പോസിബിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയത്? എ സി ഡി അല്ലേ? അത് 3 എണ്ണമേ നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഓപ്പറേഷൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഡിവിഷൻ ബൈ 0 എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് പോസിബിൾ. ഡിവിഷൻ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ്. ട്രൈ ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കുക. 135 ഡിവൈഡ് ബൈ 15 ഡിവൈഡ് ബൈ 3 നോട്ട് ഈക്വൽ ടു 135 ഡിവൈഡ് ബൈ 15/3 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. 135 ഡിവൈഡ് ബൈ 15 ആദ്യം ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന ഓപ്പറേഷൻ ആദ്യം നിങ്ങൾ പെർഫോം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം നെക്സ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ ആദ്യം എന്താണ്, ബ്രാക്കറ്റിനകത്ത് എന്ത് ഓപ്പറേഷനാണ് പറയുന്നത് അത് വേണം ആദ്യം ചെയ്ത് നോക്കാൻ. അപ്പോൾ 135 ഡിവൈഡ് ബൈ 15 ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞ് കിട്ടിയ ആൻസറിൻ്റെ കൂടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത് ചെയ്യേണ്ടത് 15 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ ആ നമ്പർ കൊണ്ട് 135നെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ LHS ആയിട്ടും RHS ആയിട്ടും പ്രത്യേകം ചെയ്ത് നോക്കുക. രണ്ട് ആൻസർ സെയിം ആയിട്ട് വന്നാൽ നമുക്കിതെന്തല്ല നോട്ട് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആൻസർ നോക്കാം. നോക്കിയേ, ആദ്യം നമ്മൾ LHS സൈഡ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, 135 ഡിവൈഡ് ബൈ 15 ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസറാണ് 9. ദെൻ 9 ഡിവൈഡ് ബൈ 3 നോക്കി 3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അതേപോലെ RHS സൈഡ് 135 ഡിവൈഡ് ബൈ 15 ഡിവൈഡ് ബൈ 3. അപ്പോൾ അവിടെ 15 ഡിവൈഡ് ബൈ 3 വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ എനിക്ക് 5 എന്ന് കിട്ടി. ദെൻ 135 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു എന്താണ്, 27. 3 ഒരിക്കലും 27 ഈക്വലൻ്റ് അല്ല. 3 നോട്ട് ഈക്വൽ ടു 27. അതുകൊണ്ട് എന്ത് ചെയ്തു, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. 135 ഡിവൈഡ് ബൈ 15 ഡിവൈഡ് ബൈ 3 നോട്ട് ഈക്വൽ ടു 135 ഡിവൈഡ് ബൈ 15/3. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പ്രൂവ്. അവിടെ എന്താ ചെയ്യാം, LHS നേരത്തെ പോലെ എടുത്തു. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന എന്തുമായിരുന്നു, 180 ഡിവൈഡ് ബൈ 30. 180 ഡിവൈഡ് ബൈ 30 ചെയ്തപ്പോൾ 6 കിട്ടി. 6 ഡിവൈഡ് ബൈ 6 ചെയ്തു 1. അതേപോലെ നെക്സ്റ്റ് അവിടെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് 30 ഡിവൈഡ് ബൈ 6. അത് ആദ്യം ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ 5 വന്നു. 180 ഡിവൈഡ് ബൈ 5 ചെയ്തപ്പോൾ 36 കിട്ടി. പ്രൂവ് ആയില്ലേ. അതായത് 1 നോട്ട് ഈക്വൽ ടു 36. ഹെൻസ് പ്രൂവ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.